ഉച്ചക്കത്തേക്കുള്ളത് ഒന്നും ആയിട്ടുമില്ല. ദേ ഒരൊറ്റ കഷ്ണം ബാക്കി വെച്ചേക്കരുത്. ഇങ്ങനെ കളിച്ചു നടക്കും. കുട്ടികളായ ഇത്തിരി അനുസരണയൊക്കെ വേണ്ടേ? അതെങ്ങനെയാ മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ? ഷോ വീണ്ടും അണഞ്ഞു. പച്ച വിറകല്ലേ, എങ്ങനെ കത്താനാ? മരുന്നിന് പോലും ഇവിടെ ഒരു ഉണക്കവിറകില്ല. ലോകത്തുള്ള എല്ലാ പുരാവസ്തുക്കൾക്കും വില പറയും. എന്നാ അടുക്കളയിൽ ഒരു മിക്സി, ഒന്നും വേണ്ട ഒരു ഗ്യാസ് അടുപ്പ്. വല്ലാത്തൊരു ഭർത്താവിനെയാണല്ലോ ഭഗവാനെ എനിക്ക് കിട്ടിയത്. ഉപദ്രവിക്കോ? അയ്യോ അങ്ങനെ പറയല്ലേ, പാവ. ഞങ്ങൾ ഒരുപാട് ഇഷ്ടം വെച്ചാ എങ്ങനെ? എന്നെക്കാളും ഇഷ്ട? അത് ഇഷ്ടം പറഞ്ഞ അമ്മയില്ലേ, അതുപോലെയാ. വേഗം പൊയ്ക്കോ, അമ്മ ഉണ്ടാ ചീത്ത പറയും. ഉൾട്ടടിച്ചെന്നോ തോന്നണേ? എപ്പ നടന്നോ? നിനക്ക് എത്ര മാസായി? നിന്റെ വയറ്റാട്ടി അവന്റെ വരോടാ ഞാൻ. ആ രാക്ഷസി ദോശയുടെ കൂടെ ചട്നിയാണെന്ന് പറഞ്ഞ് എനിക്ക് അരച്ചത് ചോദ്യം ചെയ്യാൻ മരുന്നടാ. ഒരു ബ്രഷ് കിട്ടുമോ? ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് മതിയോ? അവക്ക് തിരിച്ചറിവിടുന്നതിന് മുമ്പ് എന്നെ പെട്ടിയിൽ അടക്കാവോ? അങ്ങനെ തന്നെ വേണടാ തിരുമണ്ട. എന്റെ ഭാഗ്യത്തിനാ അവള് തന്ന ദോശയും ചട്നി ഞാൻ കഴിക്കാൻ. ഞാൻ ഒരു ഗ്ലാസ് പാല് മാത്രം കുടിച്ചോളൂ. ചേട്ടാ പാൽപ്പൊടി കഴിഞ്ഞു കേട്ടോ. ആകെ ഉണ്ടായിരുന്ന രാമാനുജന് കലക്കി കൊടുത്തു. വൈകുന്നേരം വരുമ്പോ വാങ്ങിച്ചോണ്ട് വരണേ. നീ ഇതിന്നാണോ എന്റെ പാൽപ്പൊടി കലക്കി കൊടുത്തത്? അതെ. എടാ ഇത് വിമ്മാടാ. എടാ വിമ്മാടാ. എന്റെ അമ്മേ. അയ്യോ എന്താടാ? ഞാനൊരു തുണി കീറിയതാ. ഇത് സാധാരണ കീറലല്ല, തുന്നാൻ ടൈലർ വേണ്ടി വരും. എന്തെങ്കിലും നോക്കണേ. ഒക്കെ നേരിൽ കണ്ടു. എന്തൊക്കെയാണ് ചുറ്റിനെ വിളിക്കുന്നത്? ഭർത്താവ്, അച്ഛൻ. അകത്തുള്ളതിനേക്കാളും വലിയ വട്ടായോ നിനക്ക്? തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. അത് അവര് ഊതിയിട്ടായിരിക്കും. എന്റെ ഈശ്വരൻ, നിനക്കറിയോ, ശരീരം ചെയ്യാത്ത കുറ്റത്തിനാ എന്റെ പാവം മനസ്സിങ്ങനെ വേനിച്ചോണ്ടിരിക്കണേ. അതിന്റെ ഇടയിൽ നീയും കൂടി ഇങ്ങനെ ആരേത്? ആ ചട്നി നന്നായിരുന്നു കേട്ടോ. ആരാതെന്ന്? നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്ന പാട്ട് ടീച്ചറാ, ഗൗരിയല്ലേ? ആര് പഠിപ്പിച്ചിട്ടും പിള്ളേര് ചൊവ്വായിട്ടില്ല. പിള്ളേർക്ക് ഇന്ന് പോളിയോ കൊടുക്കേണ്ട ദിവസം മറന്നുപോയോ? അവർക്ക് പോളിയോ. ഓ അങ്ങനെ. എന്തിനാ ഇങ്ങനെ നിക്കുന്നേ? ഇവിടെ ആട്ടവും പാട്ടവും ഒന്നും വേണ്ട. പറയുന്ന കേൾക്കുന്നില്ലേ? ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? പോയിക്കൂടെ? ഇനി കൊടക് ഭാഷ തന്നെ പറയണോ? എന്നെ പേടിപ്പിച്ചു. നാണല്ലല്ല, ചുമ്മാല്ല. കണ്ട ആട്ടക്കാരികളൊക്കെ തലക്കറി നടക്കണേ. പിള്ളേര് മൂന്നായി, എന്നാലും വായി നോക്കി നടന്നോളും. ഇങ്ങനെ ഒരു വായി നോക്കിയ ഭർത്താവിനാണല്ലോ എനിക്ക് കിട്ടിയത്. ഇന്ന് ഇവിടെ ഞാൻ ജയ് ശ്രീറാം. അടിക്കരുത്. എന്നെ കരയിപ്പിച്ചോണ്ട് കുരങ്ങിന്റെ വേഷം കെട്ടിട്ട് ആൾക്കാരെ ചിരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. അയ്യോ, ഹനുമാനെ കുരങ്ങെന്ന് വിളിക്കാൻ പാടില്ല. ഇത്തിരിക്കോളം വന്ന കുറുന്തോട്ടിക്ക് വേണ്ടി മല പൊക്കിക്കൊണ്ടുപോയ ആളാ ആഞ്ജനേയൻ. നാക്ക് നിന്നെ കാവത് പോണ്ട. നിന്നെ ഞാൻ അതെ, എനിക്ക് ഭ്രാന്ത. കൊല്ലും ഞാൻ. മനസ്സിൽ കൊണ്ടിരുന്ന മോഹം പോലെ നിനക്കൊരു കോടീശ്വരി കിട്ടിയപ്പോ ഞാൻ ആരുമല്ലതായല്ലേ? ഒരു ഭാര്യ ഭർത്താവും. നിനക്ക് എന്താ പറ്റിയത്? നീ ഇത്ര മണ്ടിയായി പോയോ? നീ കരുതുന്ന പോലെ എന്റെ മനസ്സിൽ ഒന്നുമില്ല ഗൗരി. വേണ്ട, കള്ളം പറയാ വെറുതെ. നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാനിപ്പോ ആരെ പിടിച്ച സത്യം ചെയ്യണ്ടേ? ശ്രീരാമനാണ് സത്യം. ഹനുമാനാ പറയണേ. കണ്ട വാലി വാലി വാലി. എന്തോ അവളുടെ അധികാരവും അവകാശവും ഒക്കെ കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. ഒന്നും നീ കാര്യാക്കണ്ട. കൊച്ചുനാളില് മണ്ണപ്പച്ചുട്ട് കളിക്കുന്ന പ്രായത്തില് പിള്ളേര് കളിക്കുന്ന ഒരു തരം കളിയില്ലേ, ഈ അച്ഛനമ്മയും കളി, അത്രേ ഉള്ളൂ.
അങ്ങനെ നീ കാണാവൂ. അതിന് ഭ്രാന്ത മോളെ. ശരിക്കും? ആ, ഇനി എനിക്ക് ഭ്രാന്താവൂ കേട്ടോ. വലത്തേക്ക് മിന് കടുപ്പത് പോണ. കാര്യമായിട്ട് പറയുന്നുണ്ട്. ഒക്കെ ഞങ്ങള് കണ്ടു. എന്താ അമ്മയുടെ കാതി പറഞ്ഞത്? കാതിൽ പറഞ്ഞ കാര്യം സാധിച്ചാലേ പുറത്തു പറയാൻ പാടുള്ളൂന്നാ. ഈ ഇടയായിട്ട് പെണ്ണിന്റെ മനസ്സിലെന്തോ പേടി കുടുങ്ങിയിട്ടുണ്ട്. ഒന്ന് പോടി. എന്തിനാ ഭഗവാൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ? ഒഴിയാബാധയായി എൻ്റെ ഒപ്പം കൂടി ആ പണ്ടാറം പിടിച്ച പെണ്ണിന് പെട്ടെന്ന് തിരിച്ചറിവ് കൊടുത്ത് എങ്ങനെയെങ്കിലും എൻ്റെ തലേന്ന് ഒഴിവാക്കി എനിക്ക് എൻ്റെ ഗൗരിയായിട്ടുള്ള ജീവിതം തിരിച്ചു തരണേ ഭഗവാനെ, രക്ഷിക്കണേ ഭഗവാനെ. ആ പൂജപ്പെണ്ണിന് ഒരിക്കലും തിരിച്ചറിവ് കിട്ടരുത്. അതിന് നീ എന്റെ ബോധം വേണമെങ്കിൽ എടുത്തോ. എന്റെ സതീർത്ഥനും ആ പൂജപ്പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നി ഒന്നായി തീരണേ. ഇല്ലെങ്കിൽ എന്റെ കാര്യം എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. പ്ലീസ് നിർത്ത്. ഇതിനൊരു കണക്കുണ്ട്. ഞാൻ കണക്കില് വീക്കാ. ഞങ്ങളവിടെ കല്ലുണ്ടാ വീക്ക്. വാ മക്കളെ, അമ്പാട്ടിയെ പ്രാർത്ഥിക്ക്. രാമാനുജ തേങ്ങ ഉടക്കടാ. ഭഗവാനെ പൊലിപ്പിക്കണേ. എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. എന്താടാ പട്ടി നീ ഉടച്ചത്? അത് പടക്കക്കടയും തേങ്ങക്കടയും അടുത്തടുത്ത്. ഇനി ചിലപ്പോ അത് വാ മോളെ, നീ വല്ലാണ്ട് കഴിഞ്ഞു. എന്നാലും ഭഗവതി ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തില്ലേ. അണ്ടവാ